ഇത് നമ്മൾ സിമ്പിൾ ആയിട്ടുള്ള ഡിസൈൻ ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയിട്ട് ചെയ്തതാട്ടോ. ഈ കളർ പ്രിന്റുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ വളരെ സെലക്റ്റീവ് ആയിട്ടുള്ള കളേഴ്സ് മാത്രമേ നമ്മൾ എടുത്തിട്ടുള്ളൂ. ഓ പിങ്ക്, അതേപോലെ സിയാൻ, അങ്ങനെ കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള കളേഴ്സ് നമ്മുടെ കയ്യിലുണ്ട്. സ്റ്റോക്ക് സെയിൽ തുടങ്ങണേക്കാളും മുന്നേ ഞാൻ 2-3 പേർക്ക് കാണിച്ചു കൊടുത്തപ്പോൾ ചോദിച്ചൊരു കളർ തന്നെയാട്ടോ. ഭയങ്കര അടിപൊളി മെറ്റീരിയൽ കേട്ടോ, നല്ല കട്ടിയാണ്. സാധാരണ ഈ ക്രോപ്പ് ടോപ്പ് ഒക്കെ കാണുമ്പോൾ ഈ ഒട്ടി പിടിച്ച സാധനം മെനിയൻ സ്റ്റഫ് പോലത്തെ സാധനം അങ്ങനെയൊക്കെയല്ലേ നമുക്ക് കിട്ടാറ്. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഭയങ്കര സന്തോഷമുള്ളൊരു ദിവസമാണ്. എന്താണെന്ന് നിങ്ങൾക്ക് അറിയാലോ, ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളിങ്ങനെ ക്ലോത്തിങ് ബ്രാൻഡ് തുടങ്ങാൻ ആഗ്രഹമുണ്ട്, നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് വേണമെന്ന്. അപ്പോൾ കമൻസിൽ താഴെ ഓൾ ദ ബെസ്റ്റ് അങ്ങനെ ഇങ്ങനെയൊക്കെ കണ്ടു. 2 ദിവസമായിട്ട് ഫുൾ ത്രിഫ്റ്റിങ്ങിൻ്റെ സാധനമായിരുന്നു അപ്പോൾ വീഡിയോയിൽ ഇടുന്നത്. അപ്പോൾ കുറേ പേര് ചുരിദാർസ് കൊണ്ടുവരുമോ, ജീൻസ് കൊണ്ടുവരുമോ എന്നൊക്കെ ചോദിച്ചതിന് വളരെ സന്തോഷം. അപ്പം തന്നെ എനിക്ക് പകുതി കോൺഫിഡൻസ് ആയി. അപ്പം ഇന്ന് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് നമ്മുടെ ഫസ്റ്റത്തെ കളക്ഷൻസ് നിങ്ങൾക്ക് വേണ്ടി കാണിച്ചു തരാനാണ് കേട്ടോ. പക്ഷെ നമുക്ക് യൂട്യൂബിൽ ഓർഡർ ചെയ്യാൻ പറ്റില്ല, നമ്മൾ ഇൻസ്റ്റ വഴിയാണ് ഓർഡേഴ്സ് എടുക്കുന്നതും കൊടുക്കുന്നതൊക്കെ. അപ്പോൾ വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ഈ ബ്രാൻഡ് തുടങ്ങുമ്പോൾ എനിക്ക് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്നുണ്ടായിരുന്നു. ഒന്ന് ക്വാളിറ്റിയുടെ കാര്യം, പിന്നെ നല്ല അഫോർഡബിൾ ആയിട്ട് കൊടുക്കുക. ഈ 2 ലക്ഷ്യം ഞാൻ മെയിനായിട്ട് വെച്ചിട്ടാണ് നമ്മുടെ പ്രൊഡക്ട്സ് നമ്മൾ ഇറക്കിയിരിക്കണം. അതെന്താണെന്ന് വെച്ചാൽ ഞാൻ എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് പറയാം. ഞാനിവിടെ തൃശ്ശൂർ എടുക്കുമ്പോൾ എനിക്കൊന്നും പിടിക്കാറില്ല. അപ്പോൾ പിടിച്ചതാണെങ്കിൽ ഒടുക്കത്തെ റേറ്റും. അപ്പോൾ ഞാൻ വല്ല എറണാകുളത്തേക്കോ അല്ലെങ്കിൽ പുറത്തുനിന്ന് ഇപ്പോൾ ചേച്ചി വരുമ്പോൾ അവിടെ നിന്നുള്ള ഡ്രസ്സോ അങ്ങനെയൊക്കെയാണ് ഞാൻ യൂസ് ചെയ്യാറ്. നമ്മളെല്ലാവർക്കും ഉണ്ടാവുമല്ലോ, നമ്മൾ ഉപയോഗിക്കണം നല്ല ക്വാളിറ്റി സാധനങ്ങളൊക്കെ ആയിരിക്കണം, എടുത്ത് നിൽക്കണം എന്നൊക്കെ. അപ്പോൾ അത് കാരണമാണ് ഇങ്ങനെ ഒരു ബ്രാൻഡായിട്ട് വന്നതും നിങ്ങളുടെ മുന്നിൽ. ആദ്യമേ നമ്മൾ കുറച്ച് കഷ്ടപ്പാടൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ ആദ്യം ത്രിഫ്റ്റിങ് ചെയ്തിട്ടാണ് ഈ പരിപാടിക്ക് വന്നത്. പക്ഷെ ഇത് നമ്മുടെ ഒറിജിനൽ ബ്രാൻഡിലുള്ള കുറച്ച് കളക്ഷൻസ് ആട്ടോ. ഞാൻ ആദ്യം തന്നെ ആസിഡ് വാഷ് ടീഷർട്ടുകൾ കാണിച്ചു തരാം. നമ്മളിതിന്റെ ഫോട്ടോഷൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ചിലർക്ക് അത് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ മനസ്സിലാവൂല. അപ്പൊ ചിലത് ഞാൻ ഇട്ട് കാണിക്കുന്നുണ്ട്. അപ്പൊ ഈ പച്ച നിങ്ങൾ കണ്ടു, അതിന് തന്നെ ബ്ലാക്ക് കണ്ടോ, ബ്ലാക്ക് കളർ ആസിഡ് വാഷ്. ഇതിനൊക്കെ നല്ല ക്വാളിറ്റി ആട്ടോ, നല്ല തിക്കുള്ള മെറ്റീരിയലാണ്. 240 GSത്തിന്റെ ക്വാളിറ്റിയുടെ കാര്യത്തിൽ നമ്മൾ യാതൊരു വിധ കോംപ്രമൈസും ചെയ്തിട്ടില്ല. കണ്ടോ, ബ്രൗൺ. ഇങ്ങനത്തെ ടീഷർട്ടുകൾ ആക്ച്വലി കാണുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ അപ്പൊ ഇങ്ങനത്തെ ടീഷർട്ടുകൾ ആക്ച്വലി നിങ്ങൾ സ്റ്റൈൽ ചെയ്യണതിലാണ് നിങ്ങളുടെ കഴിവ്. ആക്ച്വലി ഇങ്ങനത്തെ ഈ റെഡ് ഇതൊക്കെ നല്ല ക്രീം ജീൻസ് ഒക്കെ ഇല്ലേ, അതിൻ്റെ കൂടെ പോവും, ബ്ലാക്കിൻ്റെ കൂടെ പോവും, ബ്ലൂ ജീൻസിൻ്റെ കൂടെ പോവും. അപ്പോൾ സ്റ്റൈൽ ചെയ്യണതിലാണ് നിങ്ങളുടെ കഴിവ്. അപ്പം ഞാൻ ഫോട്ടോഷൂട്ട് എടുത്തതിൽ അതിൽ ഞാൻ വേണമെങ്കിൽ പറ്റുവാണെങ്കിൽ സൈഡിൽ ഡിസ്പ്ലേ ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മുടെ ആസിഡ് വാഷുകൾ കഴിഞ്ഞു. ഇത് നമ്മൾ സിമ്പിളായിട്ടുള്ള ഡിസൈൻ ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയിട്ട് ചെയ്തതാട്ടോ. ഈ കളർ പ്രിന്റുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ വളരെ സെലക്റ്റീവ് ആയിട്ടുള്ള കളേഴ്സ് മാത്രമേ നമ്മൾ എടുത്തിട്ടുള്ളൂ. ഓ പിങ്ക്, അതേപോലെ സിയാൻ, അങ്ങനെ കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള കളേഴ്സ് നമ്മുടെ കയ്യിലുണ്ട്. അതിൽ ഒരു കളറിൽ തന്നെ ചിലപ്പോൾ 2 പ്രിൻ്റൊക്കെ കാണുള്ളൂ. വളരെ റയറസ്റ്റ് ആണ്. ഇതിൽ ഞാൻ ഷൂട്ടൊന്നും ചെയ്തിട്ടില്ല. ഓക്കെ, ഇതാണ് നമ്മുടെ വൈറ്റിൽ വരുന്നത്. 240 GSM ഫ്രഞ്ച് കോട്ടൺ ആണ്, ഫ്രഞ്ച് ടെറി കോട്ടൺ ആണ്. കണ്ടില്ലേ, ബാക്കില് വൈറ്റിൽ സിമ്പിളായിട്ടുള്ളൊരു ഐൻ്റെ ഡിസൈൻ ആട്ടോ നമ്മളിവിടെ കൊടുത്തേക്കണേ. ഇത് സിയാൻ എന്ന് പറഞ്ഞൊരു കളർ. ഇത് കുറച്ച് നല്ല പേസ്റ്റൽ കളേഴ്സ് ഒക്കെ ഇഷ്ടപ്പെടുന്ന, ഇതിന്റെ പ്രിന്റ് ഇങ്ങനെയാട്ടോ. അതെ, പേസ്റ്റൽ കളർ ഒക്കെ ഇഷ്ടപ്പെടുന്നവര് ഇത് ഭയങ്കര ഇഷ്ടമാവും. ബാക്കിയുള്ളതൊന്നും എന്ത് ഇതൊക്കെ ഈ കളേഴ്സിന്റെ കാര്യത്തിലെല്ലാം വ്യത്യസ്തമാവണം, പ്രിന്റിന്റെ കാര്യത്തിൽ വ്യത്യസ്തമാവണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭയങ്കര മിനിമൽ ആയിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. കണ്ട, ഇതാണ് ഓ പിങ്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കളറ്. ഇതിന്റെ ബാക്കിലും ചെറിയൊരു ഡിസൈൻ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഒരെണ്ണത്തിന്റെ തന്നെ ആകെ 2 പീസൊക്കെ നമുക്ക് കാണുള്ളൂ. വളരെ ലിമിറ്റഡ് സ്റ്റോക്സ് ആണ് നമ്മുടെ കയ്യിലുള്ളത്. ഇതൊരു ക്രീം കളറിൽ ഒരു പച്ച ഡിസൈനൊക്കെ വരുന്നത്. ഇത് ആക്ച്വലി ഈ ജീൻസിന്റെ കൂടെ ഒക്കെ ഇടുമ്പോൾ ഇങ്ങനെ മിനിമൽ ആയിട്ടുള്ള ഡിസൈൻസ് നമ്മൾ ചൂസ് ചെയ്യുമ്പോൾ ഉണ്ടല്ലോ ഭയങ്കര ഭംഗിയാണ് കാണാൻ. അത് ഇട്ട് കാണാൻ ഭയങ്കര ഭംഗിയാണ്. ഇതും ക്രീമിലുള്ളൊരു സിമ്പിൾ ടീഷർട്ട് ആട്ടോ. ഒരു ടെക്സ്റ്റ് ഇവിടെയും നമ്മുടെ ബാക്ക് സൈഡിൽ ആയിട്ടാണ് നമ്മൾ ഇതിന്റെ പ്രിന്റ് വെച്ചേക്കണത്. വേണ്ട, ഒരു ബേർഡ്.
ആക്ച്വലി ആ ടെക്സ്റ്റും ബേർഡും തമ്മിൽ ഒരു കണക്ഷൻ ഉള്ളൊരു വാക്കുകളാണ് നമ്മൾ അതിന് ടെക്സ്റ്റ് ആയിട്ട് കൊടുത്തിരിക്കുന്നത്. ഇപ്പൊ ഇത് ബട്ടർഫ്ലൈ എന്നൊക്കെ, ഇത് ഭയങ്കര എന്താ പറയാ ലിമിറ്റഡ് ആയിട്ടുള്ള കളറാണ്. ഭയങ്കര ആൾക്കാർക്ക് ഏത് നിറത്തിലുള്ള ആൾക്കാരാണെങ്കിലും ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ബ്ലെൻഡ് ആയി പോണ ഒരു കളറാട്ടോ ഈ സംഭവം. നല്ല അടിപൊളി കളറാണ്. ഇത് ഇവിടെ നമ്മളിത് ചെറിയൊരു ബട്ടർഫ്ലൈയുടെ ഡിസൈനും ഡോണ്ട് ജഡ്ജ് മൈ കൊക്കൂൺ യു ഹാവൻ സീൻ മൈ വിങ്സ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ടെക്സ്റ്റാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. ഈ കളറ് ഭയങ്കര എന്താ പറയുക ലിമിറ്റഡും ആണ്, എല്ലാവരുമായിട്ട് ബ്ലെൻഡ് ആവണത്. ഇപ്പം ഞാൻ സ്റ്റോക്ക് സെയിൽ തുടങ്ങണേക്കാളും മുന്നേ ഞാൻ 2-3 പേർക്ക് കാണിച്ചു കൊടുത്തപ്പോൾ ചോദിച്ചൊരു കളർ തന്നെയാട്ടോ. ഇത് ഞാൻ ബോയ്സിന് വേണ്ടിയിട്ട് ചെയ്തതാണ്. ഇങ്ങനെ ഒരു മിഡ് നൈറ്റ് ഡ്രിഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ കളറ് എല്ലാത്തിനും കളറാണ് ഹൈലൈറ്റ്. കളറുകൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ബ്രൈറ്റും ക്വാളിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല സാധനങ്ങളാണ് നമ്മൾ എടുത്തേക്കണേ കേട്ടോ. ഇതേ കണ്ട കാർ കാറുകൾ ഇഷ്ടമുള്ള ഗേൾസും ബോയ്സും ഉണ്ടാവുമല്ലോ. ഇനി നമ്മുടെ ബ്ലാക്ക് കളറാണ് വരുന്നത്. ബ്ലാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലാക്ക് ഒരു വികാരമാണല്ലേ. അപ്പോൾ ഇതേ ബ്ലാക്ക് കളർ ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടി ചെയ്തതാണ് ഈ ഒരു പ്രിന്റും വൈൽഡ്നെസ് വിത്തിൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ടീഷർട്ടും കേട്ടോ. പിന്നെ അതേ ബ്ലാക്ക് നമ്മുടെ നെറൂട്ട എന്ന് പറഞ്ഞിട്ടുള്ളൊരു ക്യാരക്ടറൊക്കെ ഉണ്ടല്ലോ, കാർട്ടൂൺ ആനിമി ക്യാരക്ടേഴ്സ്, അത് കാണുന്നവർക്കറിയാം. എന്താ നെറൂട്ടയുടെ ഒരു പ്രിന്റുള്ളൊരു ടീഷർട്ടാണ് നമ്മൾ വെച്ചിരിക്കണേ. അപ്പം ഇത് ആവശ്യമുള്ളവർ നമ്മൾ താഴെ ഞാൻ ഇതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ കൊടുക്കാം കേട്ടോ. നമ്മൾ ഇൻസ്റ്റ വഴിയാണ് ഓർഡേഴ്സ് എടുക്കുന്നത്. ഷിപ്പിങ്ങിന് പിന്നെ വേറെ പ്രത്യേകിച്ച് ചാർജൊന്നുമില്ല. ഷിപ്പിംഗ് ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ചാർജ് തന്നെയാണ് നമ്മൾ ഇടുന്നത് കേട്ടോ. അതെ ഇതും ഈ വണ്ടിപ്പിരാന്തുള്ളവർക്ക് ഒരു ക്യൂട്ടായിട്ടുള്ള സാധനങ്ങളാട്ടോ. അതായത് ഒരു ക്യൂട്ട് കാർ ഇതിൻ്റെ ബാക്കിൽ വരുന്നുണ്ട് കണ്ട, ഡ്രിഫ്റ്റ് എന്ന് പറഞ്ഞിട്ട്. എല്ലാത്തിനും 2 ഇത് മാത്രമേ ഉള്ളൂ, 2 പ്രിന്റ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഓവർ സൈസ്ഡ് ആണ് നമ്മൾ ആദ്യമായിട്ട് ഇറക്കിയത്. ഇത് വൈറ്റ്. ഇതൊക്കെ ആക്ച്വലി നമ്മൾ സ്റ്റൈൽ ചെയ്ത് ഇടുമ്പോൾ ഉണ്ടല്ലോ ഈ പ്രിന്റ് മാത്രം ഫ്രണ്ടിൽ കാണാനൊരു പ്രത്യേക ഭംഗിയാണ്. എല്ലാം നമ്മുടെ ഡിസൈൻസ് കേട്ടോ, എല്ലാം നമ്മുടെ ഡിസൈൻസ് ആണ്, നമ്മൾ ചെയ്തെടുത്ത ഡിസൈൻസ് ആണ്. പിന്നെ ക്രോപ്പ് ടോപ്സ് ചോദിക്കണവർക്ക് നമ്മൾ ത്രിഫ്റ്റിൽ ഇഷ്ടംപോലെ ക്രോപ്പ് ടോപ്സ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇത് നമ്മൾ ന്യൂ റെഡി സ്റ്റോക്ക് ക്രോപ്പ് ടോപ്സ് ആവട്ടോ. അതിൽ ഈ ഒരു ബ്ലൂ കളറ്, ഡാർക്ക് ബ്ലൂ കളർ ഉണ്ട്. ഭയങ്കര അടിപൊളി മെറ്റീരിയൽ കേട്ടോ, നല്ല കട്ടിയാണ്. സാധാരണ ഈ ക്രോപ്പ് ടോപ്പൊക്കെ കാണുമ്പോൾ ഈ ഒട്ടി പിടിച്ച സാധനം മെനിയൻ സ്റ്റഫ് പോലത്തെ സാധനം അങ്ങനെയൊക്കെയല്ലേ നമുക്ക് കിട്ടാറ്. ഇത് നല്ല കട്ടിയുള്ള സാധനമാണ്, കട്ടിയുള്ള സാധനമാണ്. പിന്നെ ഇതിൽ ഒരു ത്രെഡ് വർക്ക് ആട്ടോ വന്നിരിക്കുന്നത് ഈ വൈറ്റിൽ. വി ഓൾ കം ഫ്രം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ത്രെഡ് വർക്കിലുള്ള നല്ല ഉൾ പോലത്തെ മെറ്റീരിയലുള്ളൊരു ക്രോപ്പ് ടോപ്പാണ്. ആക്ച്വലി ക്രോപ്പ് ടോപ്പ് എന്ന് പറഞ്ഞാലും ഇത് അത്രയും ക്രോപ്ഡ് ആയിട്ടൊന്നും കിടക്കൂല കേട്ടോ. അതായത് ബാക്ക് കവർ ചെയ്യാത്ത രീതിയിൽ അങ്ങനത്തെ ഒരു ടോപ്പാണ്, അല്ലാണ്ടത്തെ ഒരു ക്രോപ്പ് ടോപ്പല്ല. അങ്ങനെ ഇതും ഒരു ബ്ലാക്ക് കളറ് ത്രെഡ് വർക്ക് വരുന്ന ഒരു അടിപൊളി ടോപ്പാട്ടോ. എല്ലാത്തിനും മെറ്റീരിയൽ ഭയങ്കര സൂപ്പറാണ്, നല്ല കട്ടിയുള്ള മെറ്റീരിയലാണ്. അതുതന്നെ ക്വാളിറ്റിയുടെ കാര്യത്തിൽ നമ്മൾ യാതൊരു കോംപ്രമൈസും ചെയ്തിട്ടില്ല എന്ന് ഞാൻ തുടക്കത്തിലേ എടുത്ത ഒരു തീരുമാനം തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതിലേതെങ്കിലും ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഇൻസ്റ്റ വഴി തന്നെ DM ചെയ്യുക. ഷിപ്പിംഗ് ഫ്രീ ആണ്. പിന്നെ നിങ്ങൾ എല്ലാവർക്കും ഞാൻ റിപ്ലൈ തരും. ഇതെങ്ങനെ ഓർഡർ ചെയ്യാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സാധനം എനിക്ക് ജസ്റ്റ് സ്ക്രീൻഷോട്ട് ചെയ്തിട്ട് യൂട്യൂബ് ഞാൻ ഇൻസ്റ്റയായിട്ട് കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇൻസ്റ്റയിൽ എനിക്ക് മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ. എല്ലാവർക്കും ഞാൻ റിപ്ലൈ അയക്കും. ഒരാൾക്ക് പോലും റിപ്ലൈ അയക്കാത്തതോ അല്ലെങ്കിൽ കൊടുക്കാത്തതോ ആയിട്ടുള്ള അങ്ങനത്തെ ഒരു വിഷയങ്ങളും വരില്ല. ഭയങ്കര സിൻസിയറാണ്. നമ്മൾ കുറേ പേർക്ക് ഷിപ്പ് ചെയ്തിട്ടുണ്ട്. പോസ്റ്റൽ വഴിയാണ് കാര്യങ്ങൾ ഷിപ്പ് ചെയ്യണത്. അപ്പോൾ നിങ്ങൾക്ക് ട്രാക്കിംഗ് ഡീറ്റെയിൽസും എല്ലാം കിട്ടും. ആരും അടിപൊളിയായിട്ട് ഷോപ്പ് ചെയ്യുക. ഇതുവരെ എല്ലാവരും സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഭയങ്കര താങ്ക് യു. അപ്പോൾ ഓക്കെ, അടുത്ത വീഡിയോയിൽ കാണും വരെ ബൈ.